ഇനി ഞാൻ പാക്കേജിനെ പറ്റി പറഞ്ഞുതരാം. പാക്കേജ് അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വലത്തെ ഭാഗത്ത് താഴെ മെനു ബട്ടൺ കണ്ടില്ലേ, ആ ഒരു മെനു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ് പ്ലാൻ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ബിസിനസ് പ്ലാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലോട്ട് പോകും. അപ്പോൾ ജസ്റ്റ് ഞാൻ ആദ്യം ഇത് ഏതൊക്കെ പാക്കേജ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഇത് ചോദിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോർഷൻ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഫസ്റ്റ് ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒന്നാമത്തെ മാസം ഫ്രീ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ പാക്കേജ് സെലക്ട് ചെയ്യാൻ പറയും. നിങ്ങൾ ഏത് പാക്കേജാണോ ഒരു മാസത്തെ ഫ്രീ ട്രയൽ കഴിഞ്ഞിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാക്കേജ് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്താൽ മതി. ഈ ഒരു ആപ്പ് തുറക്കുന്ന രജിസ്ട്രേഷൻ സ്ക്രീനിൽ ചോദിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാൻ ഓരോ പാക്കേജിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 3 പാക്കേജാണ് ഉള്ളത് ബേസിക്കലി. അതിൽ ഒന്നാമത്തെ പാക്കേജ് ബേസിക് പ്ലാനാണ് 300 രൂപയുടെ. അതിൽ നിങ്ങൾക്ക് 50 പ്രോഡക്റ്റ് 50 ഐറ്റംസ് നിങ്ങളുടെ ഷോപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഷോപ്പ് ഉപഭോക്താക്കൾക്ക് അവരുടെ ആപ്പിൽ കാണാൻ പറ്റും. അതായത് നോർമൽ പ്ലാനാണത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് പ്ലാൻ. ആഡ് അപ് ടു 200 പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിൻ്റെ കീഴിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രീമിയം പ്ലാനിൽ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്ലാന്, പ്രീമിയം പ്ലാന്, ഈ ബേസിക് പ്ലാൻ കണ്ടില്ല. ബേസിക് പ്ലാൻ എടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ വേറെ സംഭവം കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറിൻ്റെ പരസ്യം കൊടുക്കാൻ പറ്റും ആപ്പിൻ്റെ അകത്ത്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഉപഭോക്താക്കൾ അവരുടെ ആപ്പ് ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലാറ്റ് 50% ഓഫ്, ഗ്രോസറി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേപോലെ ഇവിടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന അവിടെയും പരസ്യം കാണിക്കും. അതേപോലെ ജസ്റ്റ് ഗ്രോസറി ഷോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും പരസ്യം കാണിക്കും. അങ്ങനെ 2 ടൈപ്പ് പരസ്യമുണ്ട്. ഒന്ന് എന്താ പറയുക, ഗ്രോസറിയുടെ അകത്ത്, ഒന്ന് ആപ്പ് തുറക്കുന്ന അവിടെ തന്നെ. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ ഈ പാക്കേജ് എടുക്കാൻ നേരത്ത് ഞാൻ ജസ്റ്റ് ഈ ബേസിക് പ്ലാനിൽ നിങ്ങൾക്ക് പരസ്യം എവിടെയും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് പ്ലാൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രോസറി ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പരസ്യം കാണിക്കുന്നത് കാണിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പരസ്യം അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അടുത്ത പാക്കേജിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ പരസ്യം കാണിക്കുന്നില്ലേ, അവിടെ നിങ്ങളുടെ ഷോപ്പിൻ്റെ പരസ്യം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈ 2 പാക്കേജ് എടുത്തവർക്ക് എങ്ങനെയാണ് പരസ്യത്തിന് ബാനർ കൊടുക്കാൻ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അതിന് ജസ്റ്റ് ബാക്ക് വന്നിട്ട് മെനു ക്ലിക്ക് ചെയ്യുക. മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാനർ, അഡ്വർടൈസ്മെൻറ്റ് എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ബാനറും അഡ്വർടൈസ്മെൻറ്റും ഈ 2 ഓപ്ഷൻസും എന്താ പറയുക, ബേസിക് പ്ലാൻ ഒന്നാമത്തെ പ്ലാൻ എടുത്തവർക്ക് ലോക്ക്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കി 2 പ്ലാൻ എടുത്തവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ബാനർ ജസ്റ്റ് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇവിടെ ബാനർ എടുക്കുമ്പോൾ ഒരു ബാനറും ഇല്ലെന്നാണ് കാണിക്കുക. താഴെ ആഡ് ന്യൂ ബാനർ എന്ന് കൊടുക്കുക. അതിനുശേഷം ബാനറിൻ്റെ ടൈറ്റിൽ, ഇപ്പോൾ ബാനറിൻ്റെ ടൈറ്റിൽ, പരസ്യത്തിൻ്റെ ടൈറ്റിൽ, ബാനറിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ആഡ് ബാനർ എന്ന് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ആ ഒരു ബാനറിൻ്റെ റിക്വസ്റ്റ് ലാക്മാർട്ടിന് പോകും. ലാക്മാർട്ട് അത് കണ്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഷോപ്പിൻ്റെ ഈ ഒരു പരസ്യം ആപ്പിൻ്റെ അകത്ത് വരും, യൂസേഴ്സിൻ്റെ ആപ്പിൻ്റെ അകത്തോട്ട് വരും. ഓക്കെ, പിന്നെ അതേപോലെ അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഇത് പ്രീമിയം പ്ലാൻ എടുത്തവർക്ക് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇപ്പോൾ കറൻറ്റ്ലി. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ആഡ്സ് കൊടുത്തിട്ട് നിങ്ങൾ വീഡിയോ പ്രൊമോഷനോ സ്റ്റോർ പ്രൊമോഷനോ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗ്രോസറി എന്നുള്ള ഒരു സെക്ഷൻ അതെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങളുടെ സ്റ്റോർ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പരസ്യം പോലെ അങ്ങനെ കാണിക്കും. അപ്പോൾ ബാനർ രണ്ടും തമ്മിൽ മാറ്റമുണ്ട്. അപ്പോൾ ഇത് പ്രീമിയം പ്ലാൻ എടുത്തവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തിട്ട് ക്രിയേറ്റ് ആഡ്സിന് വലത്തെ ഭാഗത്ത് താഴെ ക്രിയേറ്റ് ആഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതും ലാക്മാർട്ടിന് റിക്വസ്റ്റ് പോകും, റിക്വസ്റ്റ് പോകുന്ന ലാക്മാർട്ട് അത് കൺഫേം ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഒരു അപ്രൂവ് ആയിന്ന്. അതിനുശേഷം ആപ്പിൻ്റെ അകത്ത് നിങ്ങളുടെ സ്റ്റോറിൻ്റെ പരസ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഒരാൾ മേടിച്ചിട്ട് നല്ല അഭിപ്രായമോ ചീത്ത അഭിപ്രായമോ എന്ത് അഭിപ്രായം വേണമെങ്കിൽ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിലിവിടെ റിവ്യൂസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കണ്ടില്ലേ, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആവും. ഇവിടെ ഇപ്പോൾ ആരും റിവ്യൂ ഒന്നും പറഞ്ഞിട്ടില്ല.
ഓക്കെ, ഞാൻ ജസ്റ്റ് കസ്റ്റമറിൻ്റെ ആപ്പിൽ പോയിട്ട് ഞാൻ റിവ്യൂ ക്ലിക്ക് ചെയ്തു. ആ ടൊമാറ്റോ പർച്ചേസ് ചെയ്ത ആൾ ഒരു റിവ്യൂ ഇട്ടു. അപ്പോൾ അതെങ്ങനെ കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗിവ് റിപ്ലൈ എന്നുണ്ടല്ലേ, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവനെന്താ അതിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഗുഡ് ക്വാളിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് റിപ്ലൈ ഇവിടെ കൊടുത്തിട്ട് സെൻഡ് റിപ്ലൈ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കുക, ഇപ്പോൾ മോശം അഭിപ്രായം പറഞ്ഞെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക എന്താണ് പ്രശ്നം ചോദിച്ചിട്ട് സെൻഡ് റിപ്ലൈ ജസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ.